യൂബറിൻ്റെ സ്ട്രൈക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും. ചില ആൾക്കാർ നിങ്ങളെ വിളിച്ച് തെറിയും പറയും, ചില ആൾക്കാർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാലും ഒന്നും പറയാനില്ല. അപ്പോൾ കേസ് നമ്മളിപ്പോൾ സമയം ഏകദേശം 9:30 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് യൂബർ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ നൈറ്റ് യൂബറിന്ന് ഓണാക്കി നോക്കുന്നതാണ് എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ യൂബർ ഓണാക്കി നോക്കുന്നുണ്ട്. ഓണാക്കിയപ്പോൾ തന്നെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്. 8.3 25.4 കിലോമീറ്ററിനാണ് 655 രൂപ. സ്റ്റാർ റേറ്റിംഗ് 5 തന്നിട്ടുണ്ട്. 8 കിലോമീറ്റർ ഇപ്പോൾ ലക്ഷ്യ ഹോസ്പിറ്റലിൽ പോയിട്ട് ആളെടുത്ത് തോട്ടക്കര ആലുവയിൽ പോയിട്ട് ആളെ ഇറക്കണം. അടുത്ത വന്നിട്ടുണ്ട് 3.5 കിലോമീറ്റർ പോവുക, എന്നിട്ട് എറണാകുളം സൗത്ത് നോർത്ത് കൊണ്ടിട്ട് ആളെ ഇറക്കുക. 14 കിലോമീറ്റർ കൊണ്ട് ആളെ ഇറക്കുക. നല്ല ട്രിപ്പുകളല്ലേ ഇന്ന്, ഫുൾ ട്രിപ്പുകളാണ്. ഇന്നത്തെ ട്രിപ്പുകളൊക്കെ കണ്ടതല്ലേ. ഈ ട്രിപ്പുകൾ കണ്ടിട്ട് ആരും പോയിട്ട് പിക്ക് ചെയ്യാൻ നിൽക്കണ്ട. കാരണം വെച്ചാൽ രണ്ടാമത്തെ ദിവസം സ്ട്രൈക്ക് തുടങ്ങിയിട്ട് നമ്മൾ ഈ പിക്ക് എടുത്തിട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഫേക്ക് ഐഡികളാണ്. ഒരു നല്ല ഐഡിയിൽ ആൾക്കാരൊന്നും തന്നെ ഉണ്ടാവും. നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. അവർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് അവർ റിപ്പോർട്ട് അടിക്കുകയും ചെയ്യും നിങ്ങളെ അക്കൗണ്ടിന്. എന്നുവെച്ചാൽ മോശമായ രീതിയിൽ ഒരു കമൻറ്റും അടിച്ച് അവർ റിപ്പോർട്ട് അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ യൂബറിൻ്റെ സ്ട്രൈക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ ഈ സ്ട്രൈക്ക് നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കിട്ടാനുള്ള ചാർജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തുച്ഛമായ പൈസ കൂടെ നമുക്ക് നല്ലൊരു റേറ്റിംഗ് കിട്ടി ഓടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രൈക്ക് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് ധിക്കരിച്ച് ചില ആൾക്കാർക്ക് കണ്ടമാനം ട്രിപ്പുകൾ വരുന്നുണ്ട്, 500 രൂപയ്ക്ക് 4 കിലോമീറ്റർ പോവുക, 1000 രൂപയ്ക്ക് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഓടാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് വരാൻ വന്ന മുട്ടം പണിയാണ്. അവരവരെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് ട്രിപ്പ് ബുക്ക് ചെയ്യുന്നതും. നിങ്ങളുടെ അടുത്ത് തന്നെ ആകുമ്പോൾ അവർ നിങ്ങളെ ബ്ലോക്കും ചെയ്യും. ചില ആൾക്കാർ നിങ്ങളെ വിളിച്ച് തെറിയും പറയും, ചില ആൾക്കാർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാലും ഒന്നും പറയാനില്ല. അതുകൊണ്ട് സ്ട്രൈക്ക് കഴിയുന്നവരെ നിങ്ങൾ സ്ട്രൈക്കുമായിട്ട് ഒരുമിച്ച് പോകാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സ്ട്രൈക്ക്, ഒരാൾക്ക് ഒറ്റയ്ക്കുള്ളതല്ല. അപ്പോൾ നമ്മൾ ഇത് ധിക്കരിച്ച് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന ട്രിപ്പുകളൊക്കെ നല്ലതായിരിക്കില്ല. 4 ട്രിപ്പ് 5 ട്രിപ്പ് എടുത്ത് റിപ്പോർട്ട് അടി കിട്ടുകയും ചെയ്യും, നിങ്ങളെ അക്കൗണ്ട് ബ്ലോക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ.